ധനഹ 5-ാം തിങ്കൾ. മത്തായി സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. സാബത്തിനെ കുറിച്ച് വിവാദം. ഒരു സാബത്ത് നാളിൽ ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ കതിരുകൾ പറിച്ചു തിന്നതിനാൽ അത് നിഷിദ്ധമായ പ്രവൃത്തിയാണെന്ന് ഫരിസേയർ പറയുന്നു. സാബത്തിൽ കൃഷി ചെയ്യുന്നതും കൊയ്യുന്നതും നിഷിദ്ധമായിരുന്നെങ്കിലും കതിരുകൾ പറിച്ചു തിന്നുന്നത് അനുവദനീയമായിരുന്നു. എന്നാൽ തങ്ങളുടെ മേൽക്കോയ്മ പ്രകടിപ്പിക്കുന്നതിന് രണ്ടാമത്തെ ഈ നിയമം അവർ സൗകര്യപൂർവ്വം മറച്ചുവെച്ചു. സാബത്തിന്റെ അടിസ്ഥാനം സൃഷ്ടികർമ്മത്തിനു ശേഷമുള്ള ദൈവത്തിന്റെ വിശ്രമമാണ്. മനുഷ്യനും മൃഗങ്ങൾക്കും പ്രകൃതിക്കും എല്ലാം ദൈവം വിശ്രമം കൽപ്പിച്ചു. ജൂബിലി വർഷത്തിന്റെ അടിസ്ഥാനം അതാണല്ലോ. ദൈവൈക്യമാണ് സാബത്തിന്റെ ചൈതന്യം. ദൈവൈക്യത്തിൽ സഹായകമായ ബലിയർപ്പണത്തിൽ സാബത്ത് നാളിലും പുരോഹിതൻ കാഴ്ചയപ്പം മാറ്റുകയും ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവർ കുറ്റമറ്റവരായിരുന്നു. ദൈവരാജ്യം സ്ഥാപിക്കാൻ ലോകത്തിലേക്ക് അയക്കപ്പെട്ട മനുഷ്യപുത്രനാണ് യേശു. ദൈവരാജ്യം സ്ഥാപകനുമായി ബന്ധപ്പെട്ട യേശുവിന്റെയും ശിഷ്യരുടെയും പ്രവൃത്തികൾ പുരോഹിത പ്രവൃത്തിയേക്കാൾ ഉത്കൃഷ്ടമാണ്. അതിനാൽ ദേവാലയത്തേക്കാൾ ശ്രേഷ്ഠമായത് യേശുവാണ്. ദൈവം വാഗ്ദാനം ചെയ്ത നിത്യമായ വിശ്രമം പ്രാപ്യമാക്കൂ എന്ന ദൗത്യമാണ് യേശുവിനുള്ളത്. അവന്റെ വചനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് നാം സാബത്ത് ആചരിക്കുന്നവരാവുക.